നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 2-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് ധനുമാസം 18-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം 12-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:40 അസ്തമയം വൈകുന്നേരം 6:11 ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ്. തൃതീയ തിഥി വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വെള്ളിയാഴ്ച സമയം, അതായത് വെള്ളിയാഴ്ച സമയം പറഞ്ഞാൽ വെള്ളിയാഴ്ച സമയം എന്ന് പറഞ്ഞാൽ 1:08 വരെയുണ്ട്. അതായത് വെള്ളിയാഴ്ച 1:08 AM എന്ന് പറയുന്ന സമയം വരെ തൃതീയ തിഥിയുണ്ട്. ഉദയാൽപരം നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച അർദ്ധരാത്രി 11:48 അവസാനിക്കുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രി 11:12 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണ്. തിരുവോണ നക്ഷത്രത്തിൻ്റെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അവരുടെ തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് രണ്ടാം ഭാവത്തിൽ ശുക്രനും ശനിയും നിൽക്കുന്നു. ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല, പൂർണ്ണമായിട്ടും ബലം ആയിട്ടില്ല. പഞ്ചമി തിഥി ആകുമ്പോഴത്തേക്ക് ചന്ദ്രന് പൂർണ്ണമായിട്ട് ബലമാകത്തുള്ളൂ. എങ്കിലും ഒരു 60-70% ബലമുണ്ട്. അപ്പോൾ സുനഭ രാജയോഗം എന്ന് പറയുന്ന രാജയോഗത്തിൻ്റെ ഒരു 60-70% ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ജീവിത വിജയം, ധനപരമായ നേട്ടം, തൊഴിൽഗുണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപൂർത്തി ഉണ്ടാകുന്ന ഒരു 60-70% വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു രാജയോഗ സംബന്ധമായ ഒരു ഗ്രഹനിലയാണ് ഈ തിരുവോണ നക്ഷത്ര ജാതകർക്കുള്ളതെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വ്യാഴാഴ്ച ദിവസം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്ര ജാതകർക്ക് വ്യാഴാഴ്ച ദിവസം അനുകൂലമായ ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം തിരുവോണ നക്ഷത്രം വന്നു. വിഷ്ണുദേവൻ്റെ ഭക്തരായിട്ടുള്ളവർക്കൊക്കെ വിഷ്ണുദേവനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന തിരുവോണ നക്ഷത്ര ജാതകർക്കൊക്കെ കൂടുതൽ അനുഗ്രഹം വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ് ഈ വ്യാഴാഴ്ച ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും തിരുവോണ നക്ഷത്ര ജാതകർ വ്യാഴാഴ്ച ദിവസം രാവിലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ വളരെ ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി വ്യാഴാഴ്ച ദിവസം തിരുവോണ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വ്യാഴാഴ്ച ദിവസം അത്തം, ചിത്തിര, അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, മുക്കാൽ, രോഹിണി എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. അത്തം, ചിത്തിര, അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, മുക്കാൽ, രോഹിണി എന്നീ നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതിൻ്റേതായ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ, തിരുവോണ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരം, പൂരാടം, തൃക്കേട്ട, വിശാഖം എന്നീ നാളുകാരാണെന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇപ്പോൾ പുതിയ വർഷമല്ലേ, ആദ്യത്തെ വ്യാഴാഴ്ച ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാതെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ജ്യോതിഷം പറയുന്നു നക്ഷത്രപ്രകാരം തിരുവോണ നക്ഷത്രപ്രകാരം പൂരം, പൂരാടം, തൃക്കേട്ട, വിശാഖം എന്നീ നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞു തരാം. വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ശുഭസമയം പറഞ്ഞു തരാം. വ്യാഴാഴ്ച രാവിലെ 6:40 മുതൽ 9:40 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:10 മുതൽ ഉച്ചകഴിഞ്ഞ് 2:10 വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയങ്ങളൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുവാൻ ജ്യോതിഷം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷപ്രകാരമുള്ള ശുഭസമയം പറഞ്ഞു തന്നത്. ഈ സമയത്ത് തന്നെ കഴിവതും കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറഞ്ഞ് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 2 ഏതൊരു മാസത്തെ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. അപ്പോൾ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ BKR എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉത്തമമായ ഉന്നതമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇനി പേരിൽ ഈ BKR എന്നീ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. സാമാന്യ നല്ല അനുഭവങ്ങൾ തന്നെ വ്യാഴാഴ്ച ദിവസം വന്നു ചേരും. കാരണം അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് എന്നും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ജീവിതപുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2025 വർഷത്തെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ 2025 വർഷഫലം നിങ്ങൾക്ക് വ്യക്തിപരമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ, സ്ക്രീനിലുള്ള നമ്പറിൽ നോക്കി അവിടെ വാട്സപ്പ് ചെയ്യുക. ജനനത്തീയതി, ജനിച്ച സമയം, സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്യുക. 1000 രൂപ ദക്ഷിണയായിട്ട് ഗൂഗിൾ പേ അയയ്ക്കുക. 2 ദിവസത്തിനുള്ളിൽ ഒരു വർഷത്തെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഓരോ ദിവസവും സംഭവിക്കുന്ന സമയവും വെച്ച് എഴുതി തരുന്നതാണ്. താല്പര്യമുള്ളവരൊക്കെ അതിൽ പങ്കുചേരുക. സർവീശ്വര പൂജയിൽ ചേർന്നിട്ടുള്ളവർ അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്തവർക്ക് വ്യക്തിപരമായി അവരുടെ
കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ 2025 വർഷം ഒരു പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളിലും ഏർപ്പെടും. നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാം, സമയനഷ്ടം സംഭവിക്കാം, രോഗം, അപകടങ്ങൾ, പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം നേട്ടമാണ്, എനിക്കിതൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. കാരണം നിങ്ങൾ 1000 രൂപ മുടക്കി വിവരങ്ങൾ അറിഞ്ഞാൽ അതിനുള്ള പരിഹാരമൊക്കെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത്. തന്നെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബാധിച്ചാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഓരോ മാസവും നിങ്ങൾക്ക് സംഭവിക്കുന്നത് തീയതിയും സമയവും ഇട്ട് നിങ്ങൾക്ക് എഴുതിത്തരും. നിങ്ങൾ ആ സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ സൂക്ഷിക്കുക, നേട്ടങ്ങൾ കൊയ്തെടുക്കേണ്ട സമയമാണെങ്കിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജീവിച്ച് പോകേണ്ടത്. അല്ലാതെ ഇതിനെയൊക്കെ എല്ലാം ഉപേക്ഷ വിചാരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുറേ പ്രായമാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ ഒരു അലസത ഉണ്ടാകാതെ നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് നിങ്ങൾ ജീവിക്കുക. എനിക്ക് ഇന്ന സമയത്ത് നേട്ടമാണ്, ഇന്ന സമയത്ത് ദോഷമാണ്. അപ്പോൾ ഒരു ജീവിത ക്രമീകരണമാണ് നിങ്ങൾ വരുത്തുന്നത്. ആ ക്രമീകരണത്തിൽ കൂടി നിങ്ങളുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. അപ്പോൾ അതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയിക്കും. നിങ്ങൾക്ക് ശത്രുത ഉണ്ടാകത്തില്ല. ശത്രുത വന്നു ചേരുന്ന സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുത വന്നു ചേരുന്ന സമയങ്ങളിൽ നിങ്ങൾ അതിനുള്ള മുൻകരുതലെടുക്കുക. ശത്രുതകൾ നിങ്ങൾക്ക് വരാതെ പോകും. നേരെ മറിച്ച് ശത്രുതകളൊക്കെ വന്നുപോയി നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ബോധവാന്മാരായി ജീവിക്കുക. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജനനത്തീയതി, ജനിച്ച സമയം, സ്ഥലം, 1000 രൂപ ദക്ഷിണ എന്നിവ ഒരുമിച്ച് അയക്കുക. അപ്പോൾ തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി തരും. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ അവസാനമായിട്ട് ചിന്തിക്കുന്നത് തിരുവോണ നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ്. തിരുവോണ നാളുകാർക്ക് ധനം വന്നു ചേരും. മൂലം, വിശാഖം, അത്തം, മകം, പുണർദം, രോഹിണി, അശ്വതി, പുരുട്ടാതി ഇത്രയും നാളുകാർക്ക് ധനം വന്നിരുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. തിരുവോണം, മൂലം, വിശാഖം, അത്തം, മകം, പുണർദം, രോഹിണി, അശ്വതി, പുരുട്ടാതി എന്നീ നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ധനപരമായ നേട്ടം ഇനി 1 രൂപയ്ക്ക് പോലും ബുദ്ധിമുട്ടുകയാണെങ്കിൽ ആരോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ധനം കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനം കിട്ടും. പ്രായമായവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധനം കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാര്യവിജയം ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. നിങ്ങൾ ഞെരുങ്ങാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.